നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ഡൗൺ സിൻഡ്രോം എന്ന അവസ്ഥയെ അതിജീവിച്ച് കീബോർഡിൽ ദേശീയഗാനം ആലപിച്ച് ഇന്ത്യയിൽ ആദ്യമായി റെക്കോർഡ് നേടിയ അദ്വികയെ തുഞ്ചൻ പറമ്പിൽ വെച്ച് നടന്ന ചടങ്ങിൽ തിരൂർ സൗഹൃദവേദി ആദരിച്ചു. ഡൗൺ സിൻഡ്രോം അവസ്ഥയെ അതിജയിച്ച് ഇന്ത്യയിൽ ആദ്യമായി കീബോർഡിൽ ദേശീയഗാനം ആലപിച്ച് ഉയരങ്ങൾ കീഴടക്കിയ അദ്വികയെ സൗഹൃദവേദി തിരൂർ ആദരിച്ചു. തുഞ്ചൻ പറമ്പിൽ നടന്ന സമ്മേളനത്തിൽ സൗഹൃദവേദി പ്രസിഡന്റ് KPO റഹ്മത്തുള്ള അധ്യക്ഷത വഹിച്ചു. തിരൂർ സബ് കളക്ടർ ദിലീപ് K കൈനിക്കര ഉദ്ഘാടനം ചെയ്തു. ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന പ്രതിഭകളെ കണ്ടെത്താനും അവരെ പ്രോത്സാഹിപ്പിക്കാനും കുടുംബത്തിന് മാത്രമല്ല സാമൂഹ്യ കൂട്ടായ്മകൾക്കും നാട്ടുകാർക്കും വലിയ ഉത്തരവാദിത്തമുണ്ടെന്ന് ദിലീപ് കൈനിക്കര ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. അദ്വികയുടെ ഇപ്പോഴത്തെ നേട്ടം മഹത്തരമാണ്. രാജ്യത്തു തന്നെ മറ്റാർക്കും അത് നേടാനായിട്ടില്ല. അദ്വികയുടെ നേട്ടങ്ങൾ ആരംഭിക്കുകയാണിപ്പോൾ. ഇനിയും വലിയ വലിയ ഉയരങ്ങൾ അവർ കീഴടക്കുക തന്നെ ചെയ്യും. അതിനായി നമുക്ക് കാത്തിരിക്കാം, അദ്ദേഹം പറഞ്ഞു. പ്രശസ്ത ഗായകൻ ഫിറോസ് ബാബു തിരൂർ മുഖ്യപ്രഭാഷണം നടത്തി. സൗഹൃദവേദി തിരൂർ മുഖ്യ രക്ഷാധികാരി കൂടാത്ത് മുഹമ്മദ് കുട്ടി ഹാജി, സെക്രട്ടറി KK റസാഖ് ഹാജി, വൈസ് പ്രസിഡന്റ് സമീർ കളത്തിങ്ങൽ, അദ്വികയുടെ പരിശീലകരായ നിർഷാദ് നിനി, ഷാനിബ കച്ചേരിപ്പടിക്കൽ, തിരൂർ ചേംബർ സെക്രട്ടറി PP അബ്ദുറഹിമാൻ, ഡോക്ടർ APA റഹ്മാൻ, ഡോക്ടർ മഞ്ജുഷ വർമ്മ, ശില്പി ഷിബു വെട്ടം, പാട്ടത്തിൽ ഇബ്രാഹിം കുട്ടി, ഡോക്ടർ രാജേഷ്, പ്രദീപ് പയ്യോളി, സതി ദേവി, റിഫ ഷലീസ്, മുനീർ കുറുമ്പടി, ഉമ്മർ ചിറക്കൽ, P ജയലക്ഷ്മി, PA റഷീദ്, സബ്ക ഷാഫി, KC അബ്ദുള്ള, വാസൻ K നായർ, ഷംസു കുന്നത്ത്, K ഹമീദ്, ഫസലു പാറയിൽ എന്നിവർ സംസാരിച്ചു. തുഞ്ചൻ പറമ്പിൽ വെച്ച് ചെയ്യുന്ന ഈ പ്രോഗ്രാം തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഒരുപാട് പ്രതിഭകളെ നമ്മൾ ആദരിക്കുകയും അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇന്ന് തിരൂർ സൗഹൃദവേദി ചെയ്യുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ്. അത് നമ്മളെ ഈ തിരൂരിന്റെ പരിസര പ്രദേശത്ത് കൊച്ചു ഗ്രാമമായ ചെമ്പറവട്ടം, അവിടെ ചെമ്പറവട്ടം UP സ്കൂൾ, ഗവൺമെന്റ് UP സ്കൂളിൽ പഠിക്കുന്ന മോൾക്ക് ഇന്റർനാഷണൽ ലെവലിലൊക്കെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ കീബോർഡിൽ നമ്മുടെ ദേശീയ ഗാനം ആലപിച്ചുകൊണ്ടാണ് ആ മോൾക്ക്, പൊന്നുമോൾക്ക് ഈ അവാർഡുകളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ പ്രദേശത്തുള്ള ഇത്രയും അംഗീകാരങ്ങൾ വാങ്ങിയിട്ടുള്ള ഒരു മോളെ തിരൂർ ആദരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്താ സ്ഥിതി? തന്റെ അധ്വാനത്തിലൂടെ അധ്യാപകരുടെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോയതിലൂടെ നേടിയെടുക്കാൻ സാധിച്ച അദ്വികയെ ഇങ്ങനെ മനോഹരമായിട്ട് സൗഹൃദവേദിയെ ഒരുമിച്ച് ചേർന്ന് ആദരിക്കുവാൻ സാധിച്ചത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. കുറച്ച് സമയം നമ്മുടെ ഈ കൂട്ടായ്മയുടെ സന്തോഷത്തിൽ സൗഹൃദവേദിയിലെയും അദ്വികയുടെയും മാതാപിതാക്കളും അധ്യാപകരും ഏറ്റവും പ്രിയപ്പെട്ട ഗായകർ, കലാകാരന്മാർ ഫിറോസ് ബാബു ഉൾപ്പെടെ, ഷിബു വെട്ടമൊക്കെ ഉൾപ്പെടെയുള്ള കലാകാരന്മാരൊക്കെ ഒരുമിച്ച് ചേരുന്ന ഈ ഒരു വേദിയിൽ വന്നു ചേർന്ന് ഇതിൽ പങ്കുചേരാൻ സാധിച്ചത് ഒരു സന്തോഷമായിട്ടും അഭിമാനമായിട്ടുമാണ് ഞാൻ കാണുന്നത്. ആദ്യമേ തന്നെ പ്രിയപ്പെട്ട അദ്വികയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഇനിയും വലിയ ഉയരങ്ങളിൽ എത്തിച്ചേരുവാൻ കലാകാരന്മാരെ, കലാകാരികളെയൊക്കെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നാടാണ് നമ്മുടേത്. വിദ്യാഭ്യാസ ക്രമവും ആവശ്യപ്പെടുന്നതാണ് കുട്ടിയുടെ പരമാവധി പൊട്ടൻഷ്യലിലേക്ക് എല്ലാ മേഖലകളിലും നമ്മുടെ കുട്ടികൾ ഏത് മേഖലകളിലാണ് അവർക്ക് പ്രശോഭിക്കാൻ സാധിക്കാൻ തിരിച്ചറിഞ്ഞ് അതിലേക്ക്, അതിന്റെ പൂർണ്ണതയിലേക്ക്, അതിന്റെ പരമാവധിയിലേക്ക് നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കുമ്പോഴാണ് ഒരു നാട് അതിന്റെ ഹ്യൂമൻ റൈറ്റ്സ് അല്ലെ, ഹ്യൂമൻ ഡെവലപ്മെന്റ് പൊട്ടൻഷ്യലിന്റെ പരമാവധിയിലേക്ക് എത്തുന്നതെന്ന് നമ്മൾ തിരിച്ചറിയാറുണ്ട്. ആ രീതിയിൽ തങ്ങളുടെ ഒരു കർത്തവ്യമായിട്ട് ആ രീതിയിലുള്ള പ്രോത്സാഹനങ്ങളെ കണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏറ്റവും മികച്ച രീതിയിൽ ആവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്ന തിരൂർ സൗഹൃദവേദിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും.
സന്തോഷമുണ്ട്. സാധാരണ ചടങ്ങുകൾക്ക് പോകുമ്പോൾ സന്തോഷമുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ പറയുക. ഇന്ന് ഞാൻ കലയെ, സംഗീതത്തെ ആരാധിച്ച, സ്നേഹിച്ച, ജീവിതമാർഗമാക്കിയ ഒരാൾ എന്ന നിലയിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരു ഉപകരണത്തിൽ ദേശീയഗാനത്തിൻ്റെ സ്വരങ്ങൾ വായിച്ചുകൊണ്ട് അദ്വിക തനിക്കുള്ള ചെറിയ ബുദ്ധി സംബന്ധമായോ ശാരീരികമായോ ഉള്ള ചെറിയ ജനിതകമായ പോരായ്മയിൽ, അതൊരു പോരായ്മയായിട്ടൊന്നുമല്ല നമ്മൾ കാണുന്നത്. ദൈവം ചിലപ്പോൾ അങ്ങനെ ചില പരീക്ഷണങ്ങളൊക്കെ നമ്മളിൽ വയ്ക്കും. അതൊക്കെ തരണം ചെയ്ത് അതിനെയൊക്കെ പോസിറ്റീവ് മൈൻഡോടെ എടുത്ത് അങ്ങനെയുള്ള കുട്ടികളെയോ അല്ലാത്തവരെയോ സംരക്ഷിക്കുന്നവരെയാണ് ലോകത്ത് ദൈവദൂതർ എന്ന് വിളിക്കാറ്. അല്ലാതെ ആരോ മുകളിൽ നിന്ന് ആകാശത്ത് നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് എന്തൊക്കെയോ നമുക്ക് പറഞ്ഞു തരും എന്ന് പറയുന്നവരെയൊന്നുമല്ല നമ്മൾ ദൈവദൂതർ എന്ന് വിളിക്കുന്നത്. ദൈവദൂതർ എന്ന് പറഞ്ഞാൽ ഇവരാണ്. അദ്വികയെ പോലെ ഉള്ള അതൊരു പ്രയാസമൊന്നുമായിട്ട് നമ്മൾ കാണുന്നു. എന്നാലും നമുക്കറിയാം അതൊരു പ്രയാസമാണ്. സ്വരങ്ങൾ ചേരുന്ന ഒരുപാട് ഈണങ്ങളുണ്ടല്ലോ. ഇപ്പൊ മോളിപ്പോൾ വായിക്കുന്ന ഒരു പാട്ടല്ലേ, ദേശീയഗാനം ഒരു പാട്ടല്ലേ, ആണല്ലോ. ആ പാട്ടിന്റെ ഈണത്തെയാണ് അവർ സ്വരങ്ങളിൽ വായിക്കുന്നത്. അതുപോലെ നമ്മൾ കേൾക്കുന്ന നല്ല നല്ല പാട്ടുകൾ, സ്വർണ്ണമുഖിലി എന്നവർക്ക് വായിക്കാം, ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണി കിനാവിന്റെ എന്നവർക്ക് വായിക്കാം, ഒരു മധുര കിനാവിൽ ലഹരി ജയ്മോ എന്നവർക്ക് വായിക്കാം, എക്ക് പ്യാർക്ക് നെടുമാഹേ എന്നവർക്ക് വായിക്കാം. ഇങ്ങനത്തെ നല്ല അതിന് പരമാവധി മോൾക്ക് പറഞ്ഞു കൊടുക്കുന്നതും അവൾ പഠിച്ചെടുക്കേണ്ടതും സോഫ്റ്റായ മ്യൂസിക് ആണെന്നൊരു അഭിപ്രായം ഞാൻ പറയും. കടമ്പകൾ കടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കലാകാരി എന്ന് പറഞ്ഞില്ലെങ്കിലും പക്ഷെ കലയെ ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്ന നിലയ്ക്ക് അദ്വികയ്ക്ക് വളരെ ശ്രേയസ്കരമായ ഒരു ഭാവി ഉണ്ടാവട്ടെ എന്ന് സ്വന്തം പേരിലും മലയാള സർവകലാശാലയുടെ പേരിലും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പിന്നെ നമ്മൾ അദ്വികയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 2 വർഷം മുൻപായിരുന്നു നമ്മൾ അദ്വികയെ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും സ്പീച്ച് ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു. നമ്മുടെ മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്ന കൂട്ടായ്മയില് നമ്മുടെ പ്രസിഡന്റ് ഷംസുഖയാണ് ഇങ്ങനൊരു മോളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്. അപ്പൊ ഇതിന് മുൻപും നമ്മൾ ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികളെ നമ്മൾ സെഷൻസ് എടുക്കാറുണ്ട്, മ്യൂസിക് തെറാപ്പി ചെയ്യാറുണ്ട്. അപ്പൊ ഇതിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 21 ടൈപ്പ് ഡിസബിലിറ്റി ആണുള്ളത്. നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ ജന്മന വരുന്ന ഡിസബിലിറ്റികളാണ് ഡൗൺ സിൻഡ്രോം, ഓട്ടിസം, സെറിബ്രൽ പാൾസി, ADHD തുടങ്ങിയിട്ടുള്ളവ. പ്രായമായിട്ട് വരുന്ന അവസ്ഥകളാണ് പാർക്കിൻസൺ, ഡിമെൻഷ്യ, അൽഷിമേഴ്സ് പോലെയുള്ളത്. പാരൻസിന്, അതായത് ഹോൾ ഫാമിലിന്റെ ഒരു വലിയ എഫേർട്ടാണ് അതിൻ്റെ ഒരു ഫലമായിട്ടുള്ളത്. കാരണം ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു കേസ് അവർക്ക് ഫിംഗർ വരെ വർക്ക് ചെയ്യുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവരുടെ ഫിംഗർ പോസ്ചർ ഉള്ളത് നമ്മുടെ നോർമൽ പോസ്ചർ പോലെ അല്ല. അപ്പൊ അത് വെച്ചിട്ട് ഇങ്ങനെ ഒരു കീബോർഡിൽ ഇത്രയും നല്ലൊരു അച്ചീവ്മെന്റ് ഉണ്ടാവും എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഇതുപോലെ തന്നെ വലിയ വലിയ അച്ചീവ്മെന്റ്സ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോഴൊക്കെ അവരുടെ ആ സമയത്ത് കാണുന്നതും ഇന്ന് കാണുന്നതും ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം അന്ന് അവിടെ പ്രതികരിക്കില്ല, ഞങ്ങളുടെ അടുത്തൊക്കെ ഓടി വന്ന് ഷെയ്ക്കിൻ്റെ ഇപ്പോഴൊക്കെ ഒരുപാട് മാറിയാണ്. ചെറുതായിട്ടൊക്കെ വർത്തമാനം പറയും. ഞാനെപ്പോഴും ചേച്ചിട്ട് ഇങ്ങനെ പറയും, എവിടെ എല്ലാവർക്കും കൊണ്ടുപോകണം, നല്ല മീറ്റ് ചെയ്യണം, ആളുകളെയൊക്കെ നന്നായിട്ട് അങ്ങനെ പേടിയൊക്കെ മാറട്ടെ. ആ കൂട്ടത്തിലാണ് ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഈ സംഗീതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അധ്യാപനം വരികയും അതുമായിട്ട് ഈ സംഗീതത്തിലേക്കുള്ള ആ ഒരു അത് നമ്മുടെ പ്രൊഫസർ പറഞ്ഞത് എൻ്റെ വലിയ സുഹൃത്തു കൂടിയാണ്. അദ്ദേഹം പറഞ്ഞത് അതൊരു സാന്ത്വനമായിട്ടുള്ള സ്പർശനമാണ്. APJ അബ്ദുൽ കലാം പറഞ്ഞ പോലെ അനുഭവ വ്യക്തിത്വം പേഴ്സണാലിറ്റി ആയി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ലോകോത്തര തലത്തിൽ ഒരുപാട് അവാർഡുകളും പദവികളും ആ കുട്ടി നേടിക്കഴിഞ്ഞു. അതിനു വേണ്ടിയിട്ട് അങ്ങേയറ്റം വിയർപ്പും കണ്ണീരും അർപ്പിച്ച അധ്യാപകരും രക്ഷിതാക്കളും അഭ്യുത കൗൺസിലർക്കുമുണ്ട്. അവരോടെല്ലാം തന്നെ എൻ്റെ ഹൃദയമായ കൃതജ്ഞത ആദ്യമായി ഞാൻ അറിയിക്കുകയാണ്.
അപ്പൊ 2-3 വർഷമായിട്ട് ഈ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ അധിക അവിടെ ഞങ്ങളുടെ ആ നദീതീരത്ത് ഭാരതപ്പുഴയുടെ തീരത്താണ് ഞങ്ങളുടെ യോഗ ക്ലാസും മറ്റും ഉണ്ടാകുന്നത്. അവിടെ കുട്ടി നിരന്തരമായി വരും. കുട്ടിയൊക്കെ എന്നെയൊക്കെ തിരിച്ചറിയിക്കും. എനിക്ക് തോന്നുന്നു പറയാനൊക്കെ ആളെ കാണുകയും കയ്യൊക്കെ തരും. ഈ കുട്ടിയെ ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ള ഒരു അംഗമാണ് ഈ മാഷ്. കുട്ടീനെ ഒരുപാട് പേരുകളിലേക്കും വരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സദസ്സിൽ ഇങ്ങനെ ഒരു സദസ്സ് ഒരുക്കിയ ആളുകൾക്ക് അതുപോലെ തന്നെ ഈ സദസ്സിൽ എത്തിപ്പെട്ട എല്ലാവർക്കും ധന്യവാദങ്ങളുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ ഇന്ത്യയിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം പ്രത്യേകിച്ച് നമ്മളെ പോലെ എല്ലാവരെയും പോലെ എല്ലാം തികഞ്ഞൊരു കുട്ടി എല്ലാവർക്കും നമുക്ക് പോലും ഇത്രയും അവാർഡ് വാങ്ങിക്കാൻ സാധിച്ചത് ഓർമ്മപ്പെടുത്താൻ നടത്തുകയാണ്. നമ്മളെല്ലാവരും ഏറെ ബഹുമാനത്തോടു കൂടി കണ്ടിരുന്ന ദേശീയ ഗാനം ഇന്ന് മുതൽ 2ാം സ്ഥാനത്താണ് എന്ന കാര്യം വളരെ ദുഃഖകരമായി ഈ വേദി അറിയിക്കുന്നത്. സ്വാസ്ഥ്യപ്പെടുത്തുന്നത് ശരിക്കും അങ്ങനെയല്ല. ശരീരമാണ് പ്രവർത്തിക്കുന്നതും പ്രവർത്തിക്കേണ്ടതും. അതുകൊണ്ടാണ് പറയുന്നത് രോഗി ആ മരുന്നിനോട് പ്രതികരിക്കുന്നില്ല എന്ന് പറയാനുള്ള ഒറ്റ കാരണം അതാണ്. ശരീരം തന്നെയാണ് ആ അസന്തുലിതാവസ്ഥക്കെതിരെ നമ്മുടെ ശരീരത്തിന് പ്രവർത്തിക്കുവാനുള്ള കരുത്തും ഊർജവും പ്രാപ്തിയും നൽകുക എന്നുള്ളതാണ് എല്ലാ മരുന്നുകളുടെയും. തന്റെ രോഗത്തെ അവഗണിച്ചുകൊണ്ട് നേടിയ ഈ അവാർഡുകളും മറ്റും നമുക്ക് മുന്നിൽ വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. ഇങ്ങനെയൊക്കെ കുട്ടിക്ക് ഇങ്ങനെ ചെയ്യാമെങ്കിൽ എല്ലാ കഴിവുള്ള നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്ന് ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് ഇവിടെ ഈ പരിപാടി നടത്തുന്നത്. ഇവരുടെ ഇന്നിവിടെ ആദരിക്കുന്നതിലൂടെ ഈ മികച്ച പ്രതിഭകളെ ഇത്തരത്തിലുള്ള ആളുകൾ കണ്ടെത്തുന്നതിലൂടെ സൗഹൃദവരി ഒരുക്കിയ ഈ സദസ്സ് ജീവിതത്തിന്റെ സാംസ്കാരികമായ മഹിമക്ക് വലിയ യശസ്സാണ് നൽകിയിട്ടുള്ളത്. രീതിയിലുള്ള ആ വൈകാരികമായ ആ പ്രതിഫലനം ഒരു ഗായികകളിലൂടെ നമുക്ക് പ്രതിഫലിക്കാൻ സാധിച്ചു. അതിന് വലിയൊരു ഉദാഹരണമാണ്. ആ മേഖലയിൽ ഉന്നത മേഖലയിൽ എത്തിപ്പെട്ട് നമുക്ക് അത്തരത്തിൽ ആദരിക്കാനുള്ള ഒരു വേദി കൂടി അധികം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ചടങ്ങിന് എല്ലാവിധ ഭാവങ്ങളും ബ്ലോക്ക് ചെയ്തു. ചേച്ചി കണ്ടിട്ട് ഈ കുട്ടി കുട്ടിയിലൊന്നും എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് അതിലൂടെ കഴിവുള്ളൂ. ചേച്ചി പറയും ഒന്നും മിണ്ടൂല, കുട്ടിയെ സംസാരിക്കാത്ത കുട്ടികളൊന്നും കണ്ടില്ലായിരുന്നു. പക്ഷെ എന്നും അയക്കുന്നത് എന്താ വെച്ചാൽ ഇവർ വീട്ടിലെ ഫോൺ എടുത്തിട്ട് എല്ലാ ആൾക്കാർക്കും ഇങ്ങനെ അയക്കുകയാണെങ്കിൽ നമ്മൾ അവർക്ക് ബുദ്ധിമുട്ടാവില്ലേ ഫോണ്. അതേ നമ്പറുകളാണെന്ന് ആക്ടിക്ക് ആവശ്യം ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ഇതിലിങ്ങനെ എന്നെ വിളിക്കുന്നുണ്ട്, ഇതിൻ്റെ അയക്കുന്നുണ്ട്. പക്ഷെ അന്ന് അവർ സംസാരിക്കുന്നു. ഒരു 3 വർഷം മുമ്പാണ് കിട്ടുന്നത്. ഇങ്ങനെ പറയും, ഇങ്ങനെ പറയും, അക്ഷരം പറയില്ല. ഇപ്പൊ ഞാൻ എവിടെ കാണുന്നത് ഇവിടെ കഴിയില്ല. ഇവിടെ എനിക്കാണ് ഇവിടെ അയക്കുന്നത്, അവർക്ക് അറിയില്ല, അവരാണ് ഇതിന്റെ എനിക്കറിയില്ല. അതുപോലെ ദിലീപ് ഉദ്ഘാടനം ചെയ്ത് ഈ സൗഹൃദവേദിയെ പറ്റി പറയുമ്പോൾ ഇവിടെ ഡോക്ടർ ആരിഫ് സാഹിബാണ് ആദ്യത്തെ പ്രസിഡന്റ്. അന്ന് ജനറൽ സെക്രട്ടറി ടൈമിൽ പല പരിപാടികളും നടത്തി. ആദ്യമായിട്ടാണ് മരിച്ചപ്പോൾ ഞാനാണ് എന്റെ പേര് പലതും അമിതാജി കഴിക്കലാണ്. അവാർഡുകളും പുരസ്കാരങ്ങളും റെക്കോർഡുകളും നേടാൻ ദൈവം തമ്പുരാൻ ഇനി വരും കാലങ്ങളിൽ സാധിക്കുമാറാൻ ദൈവം സാധിക്കുമാറാട്ടെ പ്രാർത്ഥനയോടൊപ്പം തന്നെ എല്ലാവർക്കും ഇവിടെ കൂടിയ അച്ഛനമ്മക്കും അതേപോലെ ജയചേച്ചിയുടെ അച്ഛനമ്മക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും അവരെ വളർത്തിയ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും മെന്റലി ചലഞ്ചർ ചെയ്യുന്ന കുട്ടി പറയുന്നത് ഞാനത് ശ്രദ്ധിക്കുകയാണ്. ഇത്രയും സമയം നമ്മുടെ സ്റ്റേജിന്റെ പുള്ളി മാനേഴ്സ് കീപ്പ് ചെയ്തുകൊണ്ട് ആ കുട്ടി നിൽക്കുന്നത് വളരെ വലിയൊരു സംഭവം. ഞാൻ വാച്ച് ചെയ്യണം. നമ്മളെക്കാട്ടിയും അത്രയും എന്താ പറയാ ബിഹേവിയർ വളരെ ഉഷാറായ കുട്ടിയാണ്. അപ്പം ഇതിന്റെ തുടക്കമാണ് പറഞ്ഞാൽ നമ്മൾ ഈ പൊതുവേദിയിൽ ഇത്രയും അംഗീകാരങ്ങൾ കിട്ടിയ കുട്ടിയെ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ ഇതൊരു തുടക്കം മാത്രമാണ്. ഈ ഉയരങ്ങളിലേക്ക് നമുക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട്. ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ കൂട്ടായ്മ മുന്നോട്ടേക്ക് പോകുന്നത്. ഇന്ന് ഈ മ്യൂസിക് തെറാപ്പിയിലൂടെ ഈ കുട്ടിയെ ഉയർത്തിയ കുറെ അധ്യാപകരുണ്ട്, അതേപോലെ തന്നെ രക്ഷിതാക്കള്. ഇന്നലെ ഈ പ്രോഗ്രാമിന്റെ പ്രസ് കോൺഫറൻസ് മുതൽ ഇതുവരെ ഓടി നടക്കുന്നത് നമ്മുടെ അച്ഛമ്മ എന്ന് പറയുന്ന ജയചേച്ചിയാണ്. അപ്പോൾ അവരെയാണ് നമ്മൾ അത് പറഞ്ഞാൽ ടീച്ചേഴ്സ് ഒരു കൂട്ടായ്മയുടെ വിജയമാണ് നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ളത്.
അപ്പോൾ തീർച്ചയായും കൊണ്ടും നമുക്ക് ഈ കുട്ടിയെ നമ്മുടെ ഈ പിഞ്ചു 5ാം ക്ലാസ്സിൽ 11 വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുട്ടിയാണ്. ഇത്രയും അവാർഡ് നമ്മൾ സാധാരണക്കാരൻ കിട്ടുന്നതിനേക്കാളും വലിയൊരു അംഗീകാരങ്ങൾ കിട്ടിയ ഒരു കുട്ടിയാണ്. അപ്പോൾ തീർച്ചയായും കൊണ്ടും സൗഹൃദവേദി ഇന്നിവിടെ എത്തിയിട്ടുള്ള എല്ലാവരെയും ഒറ്റവാക്കിൽ നമ്മുടെ ഇത്രയും സമയം നമുക്ക് ഈ പിഞ്ചു ബാലയ്ക്ക് വേണ്ടി നമ്മൾ ചെലവഴിച്ചു. അപ്പോൾ തീർച്ചയായും കൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹം ഈ കുട്ടിക്ക് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥം. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മുഷ്ഫിറ കൂടാത്ത്, TP മുഹമ്മദ് നജീം എന്നിവരെയും ആദരിച്ചു. അബ്ദുൽ സലാം, ജാൻ മീഡിയ ന്യൂസ്, തിരൂർ.